തീരത്ത് പാടുന്നതാരോ ആരോ ഞാൻ പാടും വർഷമയൂരമായി ആടുന്നതാരോ ആരോ തുളസി മാലയിതാ വനമാലി തുളസി മാലയിതാ വനമാലി. അപ്പോൾ ഒരു പ്രഭാതം തുടങ്ങുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയായിരുന്നു ആ മനോഹരമായ ഗാനം. വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് മോർണിംഗ് വാക്ക്. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഓഫീസിന് തന്നെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടൊരു റെസിഡൻഷ്യൽ ഏരിയ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് പഠിപ്പിച്ച ഒരു സ്ഥലമാണ്. ഇത് കാരുവള്ളിൽ വാക്ക് വേ ആണ്. നമ്മൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് മെയ് 13 ചൊവ്വാഴ്ചയാണ്. മേഡം 30. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് അമേരിക്കയിൽ 2 പ്രത്യേകതയുണ്ട്. ഒന്ന് നാഷണൽ കഫ് ഡ്രോപ്പ് ഡേ ആണ്. നമുക്കറിയാം കഫ് സിറപ്പ് പലപ്പോഴും ഭയങ്കര ഒരു ലഹരിയായി മാറാറുണ്ട്. അതിൽ ഈ കൊടൈൻ എന്ന് പറയുന്ന കണ്ടന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് പലരും ഇതിനൊരു അഡിക്ഷൻ പോലെ ആകാറുണ്ട്. അപ്പോൾ അതിനെതിരായ ഒരു ദിവസമാണ്. മറ്റൊന്ന് നാഷണൽ ഫെയർ ട്രേഡ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും തമ്മിൽ എന്താ പറയുന്നത് ഒരു ഇക്വാലിറ്റി വ്യാപാര ബന്ധത്തിൽ ഉണ്ടാവണമെന്നാണ്. അമേരിക്ക തന്നെയാണ് അത് ഇന്ന് ആചരിക്കുന്നത് എന്നത് നമുക്ക് എന്തായാലും ഈ ചുങ്കത്തിൻ്റെയും പകര ചുങ്കത്തിൻ്റെയും ഒക്കെ കാലത്ത് വൈരുദ്ധ്യാത്മകമായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് വാർത്തകളുണ്ട് അല്ലേ? ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് വാക്കിലേക്ക്. ആദ്യം വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തലക്കെട്ടുകൾ. നമ്മൾ വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആദ്യം പോകുന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, സംഘർഷ സാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലേക്ക് തന്നെയാണ്. സംഘർഷ സാഹചര്യം പൂർണ്ണമായി ഒഴിഞ്ഞതോടെ ഇന്ത്യ പാക് അതിർത്തികൾ ശാന്തമാണ്. ജമ്മു, സാംബ, അഖ്നൂർ, കതുവ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ ആദ്യം കണ്ടതിന് ശേഷം ഡ്രോൺ കണ്ടിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം തന്നെ അറിയിക്കുന്നുണ്ട്. വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുന്നുവെന്നും സൈന്യം അറിയിച്ചു. പഞ്ചാബിലെ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരുകയാണ്. മേഖലയിൽ ബ്ലാക്ക് ഔട്ട് നിലനിൽക്കുന്നുണ്ട്. ജമ്മുകാശ്മീരിൽ അതിർത്തി ജില്ലകൾ ഒഴികെയുള്ള മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറക്കും. രാജസ്ഥാനിലെ ബാർമേറിലും ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ പ്രതിനിധികൾ വിവിധ പ്രദേശങ്ങളിലായുണ്ട്. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന്, വിനീത വിജി അമൃത്സറിൽ നിന്ന്, അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന്, അനിൽ വാസുദേവ് ജയ്സാൽമേറിൽ നിന്ന്. അപ്പോൾ ആദ്യം നമുക്ക് പോകേണ്ടത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ശ്രീനഗറിലാണ് ബൽറാം ഉള്ളത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ശ്രീനഗർ പുതിയ പുലരിയിലേക്ക് ഉണർന്നു വരുമ്പോൾ അവിടെ നിന്ന് പറയാനുള്ളത് എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇവിടെ ശ്രീനഗറിൽ ശാന്തമാണ്. സ്ഥിതിഗതികൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും തന്നെയില്ല. മറ്റ് ആകാശത്ത് നിന്നും ഡ്രോൺ സാന്നിധ്യവും മറ്റ് പ്രശ്നങ്ങളോ യാതൊന്നും തന്നെ ഇന്നലെയും ശ്രീനഗറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം മറ്റിടങ്ങളിൽ സമാനമായി ഡ്രോൺ സാന്നിധ്യമുണ്ടായതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനം ഈ ഡ്രോണുകളെ നേരിടുന്ന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും അത് വാർത്താ ഏജൻസികൾ അതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശ്രീനഗർ പൂർണ്ണമായും ശാന്തമാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് ഏതാണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ തെരുവുകളിൽ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞു. കൂടാതെ കടകമ്പോളങ്ങൾ കൂടുതലായി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ആശ്വാസകരമായ കാഴ്ച എന്നുള്ളത് ഈ കശ്മീർ മേഖലയിലെ ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങുന്നു. ഈ ആശങ്കയെ തുടർന്ന് അതിർത്തി മേഖലയിലെ വീടുകൾ ഉപേക്ഷിച്ച് പോയ ആളുകൾ തിരിച്ചെത്തുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ ഉറി മേഖലയിൽ കണ്ടത്. ഇവർ ബാരാമുള്ളയിലോ ശ്രീനഗറിലോ ഉള്ള ബന്ധുവീടുകളിലോ മറ്റ് ക്യാമ്പുകളിലോ താമസിച്ചിരുന്ന ഇവർ മടങ്ങിയെത്തുകയാണ്. അതിൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്നുള്ളത് പലരും ഈ ആക്രമണം തുടങ്ങിയ ആദ്യ ദിവസമോ രണ്ടാം ദിവസമോ അവിടെ നിന്നും മടങ്ങിയവരാണ്. അവർ തിരികെ എത്തുന്ന ഘട്ടത്തിൽ പാടെ തകർന്ന വീടുകൾ, താമസയോഗ്യമല്ലാത്ത വീടുകൾ മറ്റും കാണുന്നത് ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ്. അത്തരത്തിലുള്ള വീടുകൾ ഉൾപ്പെടെ വൃത്തിയാക്കി അവർ വീണ്ടും താമസത്തിനുള്ള സൗകര്യം ഒരുക്കുന്ന തിരക്കിലാണ്. ഇതിൽ 10% പേർ മാത്രമാണ് ഇതുവരെ മടങ്ങിയെത്തിയിരിക്കുന്നത് എന്നുമുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവരുടെ ആശങ്ക അകന്നു വരുന്നതേയുള്ളൂ. അവർ പതിയെ വീടുകളിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ വീട്
തകർക്കപ്പെട്ട സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ട ആളുകൾക്കുള്ള സഹായ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. പൂർണ്ണമായും വീട് തകർന്നവർക്ക് 10 ലക്ഷവും ഭാഗികമായി തകർന്നവർക്ക് 5 ലക്ഷം അടക്കമുള്ള ധനസഹായമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ വിതരണം ആരംഭിച്ചു വരുന്നു. ഒപ്പം തന്നെ നിലവിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പുരോഗമിച്ചു വരുന്നതേയുള്ളൂ. അത് അതിർത്തി മേഖലയിൽ ഉറി അടക്കമുള്ള മേഖലയിൽ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കണക്കെടുപ്പ് അടക്കമുള്ള നടപടികൾ അത് സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ക്രിസ്റ്റീന, മറ്റൊരു വിഷയം എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഡ്രോൺ സാന്നിധ്യത്തെ തുടർന്ന് ഇൻഡിഗോ അവരുടെ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ ഇന്നലെ വൈകിട്ടോടുകൂടി ശ്രീനഗറും ജമ്മുവും അമൃത്സറും അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ വീണ്ടും പുനരാരംഭിക്കുന്നതിനായി നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവീസുകൾ പുനരാരംഭിച്ചുവെങ്കിലും ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്നും അമൃത്സറിലേക്കുള്ള വിമാനം തിരിച്ച് പോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അമൃത്സറിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇൻഡിഗോ തങ്ങളുടെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ ഈ മാസം 13 വരെ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. മറ്റ് സാഹചര്യങ്ങളെല്ലാം തന്നെ സമാധാനപരമായി പുരോഗമിക്കുകയാണ് ജമ്മു കശ്മീരിൽ. അതേസമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടഞ്ഞുകിടക്കും എന്ന സർക്കാരിന്റെ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി പോകുന്നത് അജീഷ് ജയകുമാറിലേക്കാണ്. ഡൽഹിയിൽ നിന്നാണ് അജീഷ് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ സൈനിക തല ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് ഒരു ഹ്രസ്വ ചർച്ചയായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഈ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള സൈനിക നടപടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. എന്താണ് നിലവിൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അതിപ്പോഴും ഇനിയും പുരോഗമിക്കുമോ? എങ്ങനെയാണ്? പ്രവിധ, എന്തായാലും ഈ പാകിസ്ഥാനുമായുള്ള സൈനികതല ചർച്ചകളൊക്കെ വീണ്ടും തുടരും. കാരണം അതിർത്തിയിൽ ഇപ്പോഴും അത് പൂർണ്ണമായി സമാധാനം പ്രാബല്യത്തിലായിട്ടില്ല. അതുകൊണ്ടാണ് DGMO തല ചർച്ചകൾ തുടരുന്നത്. ഇന്നലെയും ഇതേപോലെ വൈകുന്നേരം DGMO തല ചർച്ച നടന്നിരുന്നു. പ്രധാനമായും അതിർത്തിയിലെ സമാധാനം, അതിനെക്കുറിച്ചായിരുന്നു ഈ ചർച്ച നടന്നത്. അതിർത്തിയിലെ സേനാ വിന്യാസം അത് പഴയ നിലയിലാക്കുക അതായിരുന്നു പ്രധാനമായും ആവശ്യപ്പെട്ടത്. അത് രണ്ട് രാജ്യങ്ങളും പഴയ നിലയിൽ എങ്ങനെയാണോ കരസേനകൾ ഉണ്ടായിരുന്നത് അതേ നിലയിലേക്ക് തിരികെ പോവുക, ഇതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. പിന്നീട് അതുമാത്രമല്ല, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനമുണ്ടായാൽ ഇന്ത്യയുടെ മറുപടി എന്തായിരിക്കുമെന്നും അവർ പറയുകയുണ്ടായി. കൂടാതെ സീസ് ഫയർ ധാരണയായതിനു ശേഷം പാകിസ്ഥാൻ ലംഘിച്ചതിന് ഇന്ത്യ അതിന് പ്രതിഷേധവും അറിയിക്കുകയും ചെയ്തു. എന്തായാലും അതിർത്തിയിൽ ഇന്നലെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്ഥിതിഗതികൾ ശാന്തമാണെന്ന്, പിന്നീട് ഈ ഡ്രോണുകളൊന്നും കണ്ടില്ലെന്ന് ആർമി തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തായാലും അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. പ്രസംഗം വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ വലിയ വ്യത്യാസമായിരുന്നു. സാധാരണ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വളരെ ശാന്തമായി നിന്നാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. പക്ഷേ ഇത്തവണ അത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ പരുഷമായിരുന്നു. ശക്തമായ താക്കീത് നൽകുന്ന രീതിയിലായിരുന്നു. ഒരുപക്ഷെ ആണവ ഭീഷണി പോലും വകവയ്ക്കാതെ, അതൊന്നും പേടിക്കാതെ ഇന്ത്യ നേരിടുമെന്നുള്ള രീതിയിലായിരുന്നു. ഭീകരതയ്ക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച ഉണ്ടെങ്കിൽ അത് ഭീകരതയ്ക്കെതിരെയും POKയ്ക്കും വേണ്ടിയിട്ടായിരിക്കും. മാത്രമല്ല, മറ്റ് രാഷ്ട്രീയമായിട്ടും നയതന്ത്രതലത്തിലും ഉണ്ടാക്കിയ ഒരു തരത്തിലുള്ള ബന്ധവും ഇനി ഉണ്ടാകില്ല. രക്തവും ജലവും ഒരുമിച്ച് ഒരിക്കലും ഇനി ഒഴുക്കാനാകില്ല തുടങ്ങിയ ശക്തമായ വാക്കുകളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനുശേഷമായിരുന്നു അതിർത്തിയിൽ ചില ഡ്രോണുകളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ ഒരു ആഘോഷമാക്കാൻ BJPയും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ഇന്ന് ഒരു തിരംഗ യാത്ര രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് 11 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. രാജ്യത്തുടനീളം കേന്ദ്രമന്ത്രിമാരും അവരുടെ BJPയുടെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ സിന്ധൂറിലൂടെ രാജ്യം നേടിയ വിജയം, അത് ഭീകരാക്രമണം, ഇതിനെക്കുറിച്ച് ജനങ്ങളെ അവബോധമുണ്ടാക്കുക, ഇതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ചില യാത്രകൾ രാജ്യത്തുടനീളം നടത്തിയിരുന്നു. എന്തായാലും ഇപ്പൊ ഏറ്റവും ഒടുവിലാണ് BJPയും ഇത്തരത്തിൽ യാത്ര നടക്കുന്നത്. കൂടാതെ ഈ അമേരിക്കയുടെ ഇടപെടൽ ഈ സീസ് ഫയറിൽ ഉണ്ടായത്, ഇതിനെക്കുറിച്ചുള്ള ചോദ്യവും നിലനിൽക്കുകയാണ്. അമേരിക്ക എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സീസ് ഫയർ ഇടപെട്ടതെന്നുള്ള കാര്യം അതും പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്താൽ മാത്രം പോരാ, തങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി നൽകണമെന്ന് കഴിഞ്ഞ ദിവസം CPM ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പ്രസ്താവന ഇറക്കിയിരുന്നു. എന്തായാലും പ്രത്യേക പാർലമെന്റ് സമ്മേളനം സെഷൻ വിളിച്ചു ചേർത്ത്
സംസ്ഥാനത്ത് ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ശരി, രജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യം സാവധാനം ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും ഒക്കെ വരികയാണ് എന്ന റിപ്പോർട്ടാണ് അജീഷ് പറയുന്നത്. പക്ഷേ പാർലമെന്റിൽ ഇനി നടപടികൾ ആരംഭിക്കുമ്പോൾ ഒരു പ്രക്ഷുബ്ധാവസ്ഥയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പ്രതിപക്ഷത്തിന് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഭരണപക്ഷം മറുപടി പറയണമെന്ന ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ജയ്സാൽമീറിലേക്കാണ്. അവിടെ അനിൽ വാസുദേവ് ഉണ്ട്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ അനിലിന് ഡബിൾ ഹാപ്പി ആയിരിക്കും. ഒന്ന്, ഈ പറയുന്നത് സംഘർഷമൊക്കെ സാധാരണ നിലയിലേക്ക് എത്തുന്നു. മറ്റൊന്ന്, IPL വീണ്ടും പുനരാരംഭിക്കുന്നുവെന്ന ആ ഒരു വാർത്തകളും വരുന്നുണ്ട്. അനിൽ, അവിടെ നിന്ന് പറയാനുള്ളത് എന്താണ്? അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പതിയെ ആളുകൾ ജനജീവിതം ഒരു ശാന്തമായ രീതിയിലേക്ക് തുടങ്ങിയോ? തീർച്ചയായും ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും ഈ ജനജീവിതം ഇന്നലെ തന്നെ ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ നിരത്തിലിറങ്ങി. ഇന്നലെയൊക്കെ തന്നെ കടകളൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തുറന്ന ഒരവസ്ഥയാണ്. ഈ ജയ്സാൽമീറിലെ ടൂറിസ്റ്റ് സീസൺ അല്ല എന്നുള്ളതൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതുമായി ബന്ധപ്പെട്ട കടകളുടെ എണ്ണത്തിൽ എങ്ങനെയാണോ കുറവ് അതുണ്ട് എന്നതിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ഇവിടുത്തെ നേറ്റീവ്സിൻ്റെയൊക്കെ തന്നെ അവരവരുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കടക്കുകയും ജോലിക്ക് പോയി തുടങ്ങുകയും കടകൾ തുറക്കുകയും അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് പോകേണ്ട ആളുകളൊക്കെ തന്നെ പോവുകയും ഒപ്പം തന്നെ ഈ സംഘർഷം തുടങ്ങിയ പശ്ചാത്തലത്തിൽ ധാരാളം ആളുകൾ ഇവിടെ നിന്ന് അവരുടെ ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ പോയിരുന്നു. അവരൊക്കെ തന്നെ മടങ്ങിയെത്തുകയും ചെയ്തു. അങ്ങനെ ജയ്സാൽമീർ അതിൻ്റെ പതിവ് തിരക്കുകളിലേക്ക്, അതിൻ്റെ പതിവ് കാഴ്ചകളിലേക്ക് തന്നെ എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. ജയ്സാൽമീർ മാത്രമല്ല, ഈ രാജസ്ഥാൻ്റെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബാർമീറും അടക്കമുള്ള ജോധ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇത് തന്നെയാണ് അവസ്ഥ. ബാർമീറിലൊക്കെ തന്നെ ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ തുറന്നു പ്രവർത്തിക്കും എന്നുള്ള ഒരു അറിയിപ്പ് ഇന്നലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ അവധിയായിരുന്നു. ആകെ ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രീഗംഗാനഗറിൽ മാത്രമാണ് ഇന്നലെ ഒരു ബ്ലാക്ക് ഔട്ടൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പഞ്ചാബ് അതിർത്തിയോടൊക്കെ തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇന്നലെ പഞ്ചാബിലും ഒക്കെ തന്നെ ചില ഡ്രോൺ സാന്നിധ്യം കണ്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ശ്രീഗംഗാനഗറിൽ മാത്രം ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ ഈ പറഞ്ഞ 5 ഇത് ശ്രീഗംഗാനഗർ ഒഴിച്ച ബാക്കിയുള്ള 5 അതിർത്തി പങ്കിടുന്ന ജില്ലകളിലുമൊക്കെ തന്നെ സമാധാനം പുലർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മനോഹരമായ ആ സ്ഥലം, അവിടെയൊക്കെ തന്നെ ആളുകൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരികയും അവരുടെ ബാക്കി നോർമൽ ലൈഫിലേക്ക് പോകുന്നതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ടൂറിസ്റ്റ് സീസൺ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ആളുകളൊക്കെ തന്നെ ഈ പ്രശ്നമൊഴിഞ്ഞ് ഒരു കൂട്ടത്തോടെയുള്ള ഒരു ഒഴുക്ക് അത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത് IPL കുറിച്ചാണ്. IPL തിരിച്ചു വരികയാണ്. ശനിയാഴ്ചയാണ് മത്സരങ്ങൾ തുടങ്ങുന്നു എന്നുള്ളത്. ശനിയാഴ്ച മുതൽ ശനിയാഴ്ച മുതൽ 2 ദിവസങ്ങളിൽ ഈ ഒരു ഇരട്ട മത്സരങ്ങളുണ്ട്. 3:30ക്കും 7:30ക്കും, ബാക്കി എല്ലാ ദിവസവുമായി. പക്ഷേ വേദികളുടെ എണ്ണത്തിൽ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. നേരത്തെ 13 വേദികളിലായിട്ടാണ് ഈ IPL തുടങ്ങിയത്. അത് 6 വേദികളിലേക്കൊക്കെ ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിലെ മത്സരങ്ങളിൽ മാറ്റം വരുത്തി ജയ്പൂരിലേക്കും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. മുംബൈയുടെയൊക്കെ തന്നെ മുംബൈ പഞ്ചാബ് മത്സരം നേരത്തെ നടക്കേണ്ടിയിരുന്നത് ധരംശാലയിലായിരുന്നു. അത് മാറ്റി ജയ്പൂരിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലേ ഓഫ് മത്സരങ്ങളുടെയും ഫൈനൽ മത്സരത്തിൻ്റെയും ഒക്കെ തന്നെ ഡേറ്റിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജൂൺ 3-നായിരിക്കും ഈ ഫൈനൽ ഉണ്ടാവുക. നേരത്തേത് മെയ് 25-നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഈ പ്ലേ ഓഫ് മത്സരങ്ങളിലും അതുപോലെ തന്നെ ക്രമീകരണങ്ങളുണ്ട്. എന്തായാലും IPL ഈ സീസൺ പൂർണ്ണമാക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. കാരണം പല ടീമുകൾക്കും RCBയെ കുറിച്ചൊക്കെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. RCB ഒക്കെ തന്നെ അവരുടെ ഏറ്റവും ഉജ്ജ്വലമായി കളിച്ചൊരു സീസണാണ്. അല്ലെങ്കിൽ പഞ്ചാബ് അവരുടെ ഏറ്റവും നന്നായി കളിച്ച സീസണാണ്. അപ്പോൾ അവരൊരു റിസൾട്ട് ആഗ്രഹിച്ചിരുന്നു. അല്ലെങ്കിൽ പല ടീമുകളും അവരുടെ ഒരു തിരിച്ചുവരവൊക്കെ തന്നെ ആഘോഷിച്ച ഒരു സീസണായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ടൂർണമെൻറ്റ് ഫിനിഷ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടത് ഒരു അനിവാര്യമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് ആരാധകരും അവർ വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു ടൂർണമെൻറ്റ് പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്നത് അല്ലെങ്കിൽ നിന്നു പോകുന്നത് വലിയ ആശങ്കയായിരുന്നു. എന്തായാലും അത് വന്നത് വലിയ സന്തോഷമാണ്. എന്തായാലും മത്സരങ്ങൾ തുടരും. ഒപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള സെലക്ഷൻ വലിയ വൈകാതെ തന്നെ ഉണ്ടാകും. അവർ 25-ന് പുറപ്പെടേണ്ട പക്ഷേ ഈ IPL മത്സരങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തതോടുകൂടി ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ യാത്രയും അതിനനുസരിച്ച് 30-നായിരുന്നു മത്സരം തുടങ്ങേണ്ടിയിരുന്നത്. അതും ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും IPL ഈ വരികയാണ്. ഈ ജയ്പൂരിലും മത്സരങ്ങളുണ്ട്. ഈ ജയ്പൂരിൽ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ടീമിൻ്റെ ഹോം ഗ്രൗണ്ട് ജയ്പൂരാണ്. ഇവിടെ ഒരു മത്സരം കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് ഒരു അവസരത്തിലാവട്ടെ. അത് അടുത്ത സീസണിലൊക്കെ തന്നെ വരുമ്പോൾ ഈ പറഞ്ഞ സംഘർഷങ്ങളൊക്കെ ഒഴിഞ്ഞ് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ
മത്സരങ്ങൾ വരട്ടെ പുനരാരംഭിക്കുന്നു എന്നാണ് എന്നതിൽ വ്യക്തിപരമായി അതിന് വലിയ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഈ നൈസായിട്ട് അവിടെ കായികപ്രേമികളെ സംബന്ധിച്ച് ജയ്പൂരിൽ ഒരു മത്സരം കാണേണ്ട ആഗ്രഹം ഉണ്ടോന്നൊക്കെ പറയുന്നു. രാജസ്ഥാൻ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറുന്നു. അപ്പോൾ അനിൽ അവിടെ തന്നെ കൂടാനാണോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത് അമൃത്സറിലേക്കാണ് അതെ, അല്ലേ? പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് വിനീത വിജി ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. അമൃത്സറിൽ എന്തൊക്കെയാണ് അമൃത്സറിൽ നിന്നുള്ള വിവരങ്ങൾ? പ്രത്യേകിച്ച് അവിടുത്തെ വിമാനത്താവളങ്ങളൊക്കെ അടച്ച വിമാനത്താവളങ്ങൾ പ്രത്യേകിച്ച് 15-ാം തീയതി വരെ അടച്ചിടും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ തുറക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു അധികൃതർ എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ രാജസ്ഥാനിലെ ജയ്സാൽമീറിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്, സുവർണക്ഷേത്രമുള്ള സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ് അമൃത്സറിൽ നിന്നുള്ള വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രവിധാൻ ക്രിസ്റ്റീന. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അമൃത്സറിലാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ അമൃത്സറിന്റെ ഒരു പുലരി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വലിയൊരു പ്രതീക്ഷയോടുകൂടി ആളുകളൊക്കെ തന്നെ തിരികെ അവരുടെ ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാംസ്കാരിക നഗരി കൂടിയാണ് ഈ അമൃത്സർ എന്ന് പറയുന്നത്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രമുണ്ട്, നിരവധി ഷോപ്പിംഗ് മാളുകൾ, നമുക്ക് ഇങ്ങനെ ചെറിയ തെരുവോരക്കടകൾ, അങ്ങനെയുള്ള കൂടുതൽ ഈ വിനോദസഞ്ചാര മേഖലയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരൊക്കെ വലിയ ആശങ്കയിലായിരുന്നു. ഈ ടൂറിസം മേഖലയടക്കം വലിയൊരു നഷ്ടത്തിലേക്ക് പോയതൊക്കെ അവരെ വലിയ രീതിയിലേക്കൊരു ആശങ്കയിലേക്ക് ആഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം ഇന്നലെയൊക്കെ ഒരു ജനജീവിതം തിരികെ കൂടുതൽ സജീവമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ഈ അമൃത്സറിലും ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ, ജലന്ധർ, അമൃത്സർ ഉൾപ്പെടെയുള്ള ചില മേഖലകളിലൊക്കെ ഒരു ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ള ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയൊരു ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് ജില്ല പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അമൃത്സറിൽ പിന്നാലെ അലാറം മുഴങ്ങുകയും ഒപ്പം തന്നെ സമ്പൂർണ്ണമായിട്ടൊരു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജലന്ധറിലെ ചില ഭാഗങ്ങളിലും സമാന രീതിയിലൊരു വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണം എന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഫിറോസ്പൂർ, ഈ പാകിസ്ഥാനുമായി ഏറ്റവും അടുത്ത അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. ഫിറോസ്പൂരിലും പല മേഖലകളിലും വൈദ്യുതി വിച്ഛേദിക്കുകയും ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. അതൊരല്പം ആശങ്കയിലേക്കടക്കം ആളുകളെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നും ഒരു മുൻകരുതലിന്റെ ഭാഗമായാണ് ഇത്തരം നടപടി എന്നുമാണ് പിന്നീട് ഈ അമൃത്സർ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പല മേഖലകളിലും വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഒരു നിർദ്ദേശം നൽകുമെന്നൊക്കെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആളുകളൊക്കെ തന്നെ വീടുകളിലേക്ക് കഴിയുകയും കടകളൊക്കെ വളരെ വേഗം അടയ്ക്കുകയും ഒക്കെ ചെയ്തൊരു കാഴ്ചയായിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അമൃത്സറിലെയും അതോടൊപ്പം തന്നെ ചണ്ഡീഗഡിലെയും ഒക്കെ വിമാനത്താവളം ഇന്നലെ തുറന്നിരുന്നു. മറ്റ് സാധാരണ നിലയിലേക്ക് അതിന്റെ ഒരു പ്രവർത്തനമൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ആയിരുന്നു. തുടർന്ന് ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ഒരു വിമാനം അത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചതാണ്. പക്ഷേ ഈ പെട്ടെന്ന് വൈദ്യുതി വിച്ഛേദിക്കുകയും ഒപ്പം തന്നെ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ ആ വിമാനം തിരികെ ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചയച്ചൊരു സാഹചര്യവും ഇന്നലെ അമൃത്സറിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഏതാണെങ്കിലും സ്ഥിതിഗതികളൊക്കെ തന്നെ പൂർണ്ണമായും ശാന്തമാണ്. ആളുകൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിൽ രാവിലെയും നമുക്ക് ഇത്തരത്തിലേക്ക് തന്നെയാണ്, ആദ്യ മണിക്കൂറുകളൊക്കെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നാലെ ഒരു 11 മണിയോടുകൂടി നഗരം പൂർണ്ണമായും സജീവമാവുന്ന കാഴ്ചയിലേക്ക് തന്നെയാണ് അമൃത്സർ മാറുന്നത്. ശരി, വിനീത വിജിയാണ് അമൃത്സറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ എല്ലാ ഇടങ്ങളിലുമുള്ള നമ്മുടെ പ്രതിനിധികൾ പറയുന്നത് രാജ്യം പതുക്കെ സമാധാനത്തിലേക്ക് തിരികെ വരികയാണ്. ജനങ്ങൾ ശാന്തിയോടും സമാധാനത്തോടും കൂടി അവരുടെ ജീവിതം ഒരു ദിവസം രാവിലെ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന സന്തോഷകരമായ ആശ്വാസകരമായ വാർത്തയാണ്. ഇനി നമുക്ക് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്ക് കടക്കാം അല്ലേ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പുതിയ ഭാരവാഹികൾ ഇന്ന് ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 മണിക്ക് AICC ആസ്ഥാനത്താണ് കൂടിക്കാഴ്ച. തിരഞ്ഞെടുപ്പുകൾ, സഹഭാരവാഹികളെ തീരുമാനിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാകും ചർച്ചയാവുക. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. അപ്പോൾ അതൊക്കെയാണ് വാർത്തകൾ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് രാവിലെ കുറേ വാർത്തകൾ നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു കാര്യം കൂടെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. 1, 2, 3, 4, 5 അപ്പോൾ 5 വാർത്ത വീതം, ഹെഡ്ലൈൻസ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള വാർത്തകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് ദേശീയ വാർത്തകളിലേക്കാണ്. അപ്പോൾ നാഷണൽ ഹെഡ്ലൈൻസ് നോക്കാം. രാജ്യത്ത് ടർക്കിഷ് ആപ്പിൾ ഇറക്കുമതി നിരോധിക്കണമെന്ന് ഹിമാചലിലെ കോൺഗ്രസ് നേതാവ് കുൽദീപ് സിംഗ് റാത്തോഡ്. പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്ന സ്ഥിരീകരണത്തിന് പിന്നാലെയാണ് റാത്തോഡിന്റെ പ്രതികരണം. 2023 തുർക്കി ഭൂകമ്പത്തിൽ ഇന്ത്യ കാണിച്ച മാനുഷിക പരിഗണനയോടുള്ള നയവഞ്ചനയാണിതെന്നും കോൺഗ്രസ് നേതാവ് ആരോപിച്ചു.
സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ വ്യവസായ യൂണിറ്റുകൾക്കായി പദ്ധതി ആവിഷ്കരിച്ച ഉത്തർപ്രദേശ് സർക്കാർ. വികസിത വ്യാവസായിക സംസ്ഥാന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം. 55 വ്യവസായ പ്ലോട്ടുകൾ പരിസ്ഥിതി സൗഹൃദമായി അനുവദിക്കാനാണ് നീക്കം. പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്യസഭാ MP കപിൽ സിബൽ. രാജ്യം പൂർണ്ണമായും സർക്കാരിനൊപ്പമുണ്ടെന്നും പാകിസ്ഥാനുമായി ഒരു ബന്ധത്തിനുമില്ലെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് ഇന്ത്യ പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മുകാശ്മീരിലെ അതിർത്തി മേഖലയിൽ അല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. ആശങ്ക പൂർണ്ണമായി വിട്ടുമാറാത്തതിനാൽ അതിർത്തിയിലെ സ്ഥാപനങ്ങൾ തുറക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ജമ്മു, ശ്രീനഗർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകളും ആരംഭിക്കുന്നതായി എയർ ഇന്ത്യ. 100 കോടിയുടെ വായ്പാ തട്ടിപ്പിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അനിൽ മിത്താസിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉന്നതി ഗ്രൂപ്പ് ഉടമയായ മിത്താസ് ICICI ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത പണം ദുരുപയോഗം ചെയ്തെന്നാണ് കണ്ടെത്തൽ. ഇയാൾ ഇതിനു മുൻപും സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അധികൃതരുടെ കണ്ടെത്തൽ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ. സമാധാനത്തിന്റെ കാര്യം പറഞ്ഞു അതാണ് സമാധാനമേ വായി വരത്തുള്ളൂ. പെട്ടെന്ന് പ്രേക്ഷകരെ ക്ഷമിക്കുക. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. ഇനി നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകം അത് നടന്നിട്ടിപ്പോൾ കുറച്ച് വർഷങ്ങളായി. പക്ഷെ അതിന്റെ കാരണക്കാരനായ കേതൽ പറഞ്ഞു വരുന്നത് നന്ദൻകോട്ടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേതലിന് ശിക്ഷ കാത്തിരിക്കുകയാണ്. കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കേസിൽ ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. ശിക്ഷാവിധിയിൽ വാദവും ഇന്ന് നടക്കും. പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് 6ാം കോടതി ജഡ്ജി കെ വിഷ്ണു കണ്ടെത്തിയിരുന്നു. പിതാവ് രാജാ തങ്കം, മാതാവ് ഡോക്ടർ ജീൻ പത്മ, സഹോദരി കാരലിൻ, ബന്ധു ലളിത എന്നിവരെയാണ് കേതൽ കൊലപ്പെടുത്തിയത്. 2017 ഏപ്രിൽ 5, 6 തീയതികളിലായിരുന്നു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകങ്ങൾ. മാതാപിതാക്കളോടുള്ള വൈരാഗ്യം മൂലം നടത്തിയ കൊലപാതകങ്ങൾ എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി പരിഗണിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് മുൻപും ശേഷവും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും വാദിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതകം. പ്രതി കേതൽ ജിൻസൺ രാജ 2 ദിവസത്തിനുള്ളിൽ കൊലപ്പെടുത്തിയത് കുടുംബത്തിലെ തന്നെ 4 പേരെ. എന്താണ് ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ കാരണം? പ്രതിയുടെ ജീവിത ചുറ്റുപാടോ മാനസികാരോഗ്യമോ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ? പരിശോധിക്കാം. 2017 ഏപ്രിൽ മാസം രാജാതങ്കം, ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിന, ബന്ധു ലളിത എന്നിവർ ക്രൂരമായി കൊല്ലപ്പെടുന്നു. ഏകപ്രതി മകനായ കേതൽ ജിൻസൺ രാജ കസ്റ്റഡിയിലിന് ശേഷവും മാനസിക പ്രശ്നം ചൂണ്ടിക്കാട്ടി വിചാരണ നീണ്ടുപോയത് 7 വർഷം. പ്രതിയുടെ മാനസിക പ്രശ്നങ്ങളുടെ പിന്നാമ്പുറങ്ങൾ രോഗാവസ്ഥ പരിശോധിച്ച ഡോക്ടർ പറയും. അപ്പോൾ ആദ്യം ഇദ്ദേഹം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആസ്ട്രൽ പ്രൊജക്ഷനാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് നടത്തിയത്. അതിൽ പിന്നെ എന്തോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തിരിച്ച പരീക്ഷണം വിജയകരമാവാഞ്ഞത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആദ്യം പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഇതൊക്കെ പറഞ്ഞു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മറ്റ് തെളിവുകളും മറ്റൊക്കെ ഉള്ളത് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അത് സ്റ്റാൻഡ് മാറ്റുകയും അത് ഞാൻ പോലീസിനെ മിസ്ലീഡ് ചെയ്യാനായിട്ടാണ് പറഞ്ഞതെന്ന് പറയുകയും പിന്നെ കേസിൻ്റെ മറ്റു ഘട്ടത്തിലൊന്നും അദ്ദേഹം ആ ഒരു ഡിഫൻസ് ഉപയോഗിക്കുകയുണ്ടായില്ല. ഇനി പ്രതിയുടെ മാനസിക രോഗം ശിക്ഷ ഇളവ് ലഭിക്കാനുള്ള വഴിയായി കരുതുന്നവരുണ്ട്. എന്നാൽ അതിനും ഉത്തരമുണ്ട്. എല്ലാ അവസരങ്ങളിലും മാനസിക രോഗം ശിക്ഷ ഇളവ് ലഭിക്കാനുള്ള പിടിവള്ളിയല്ല. ഒരു വ്യക്തി മാനസിക രോഗം കൊണ്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് അദ്ദേഹത്തിന് എക്സംഷൻ കിട്ടും. പക്ഷേ ഈ ഒരു വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരാൾക്ക് മാനസിക രോഗമുള്ള ഒരാൾ ചെയ്യുന്ന ഏത് കുറ്റകൃത്യവും ഇത്തരത്തിലെ ഒരു എക്സംഷൻ ഉണ്ട് നിയമപരമായി. അത് സെക്ഷൻ 84 IPC എന്നാണ് പറയുന്നത്. പഴയ സെക്ഷൻ 84 ആണ്, ഭാരതീയ ന്യായ സംഹിതയിൽ 22 ഒരു വ്യക്തി മാനസിക രോഗത്തിൻ്റെ പ്രശ്നം കൊണ്ട് താൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ അനന്തരഫലങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയോ അത്തരത്തിലുള്ള കുറ്റകൃത്യത്തിനാണ് എക്സംഷൻ എന്ന് ഈ സെക്ഷൻ 84 വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഈ വ്യാപകമായ ഇത്തരത്തിലുള്ളൊരു പ്രചാരണം ഉള്ളതുകൊണ്ടാണ് അന്നുമൊക്കെ തന്നെ ഇപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതൊരു മാനസിക രോഗമായിക്കൂടെ, അങ്ങനെയാണെങ്കിൽ ഈ മാനസിക രോഗി ചെയ്യുന്ന കുറ്റകൃത്യത്തിന് ഒരു എക്സംഷൻ കിട്ടില്ല എന്നുള്ള ചർച്ചകളൊക്കെ അന്ന് വന്നിട്ടുണ്ട്. കേതലിന്റെ കൊലപാതകത്തിന് ശേഷമുള്ള പ്രവൃത്തികളൊന്നും മാനസിക രോഗിയുടേതല്ലായിരുന്നെന്നും മാനസിക രോഗ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ്. മഴുവൊക്കെ ഓൺലൈനിലൊക്കെ തന്നെ വാങ്ങുന്നുണ്ട്. അത് വെച്ച് അദ്ദേഹം വെട്ടി പഠിക്കാനൊക്കെ ഒരു പരിശീലനമൊക്കെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ആ കൊലപാതകങ്ങൾ ചെയ്തൊരു രീതിയുണ്ട്. അതായത് ഓരോരുത്തരെ ആ മുറിയിലേക്ക് വിളിച്ചാൽ ചെയ്യുന്നത്.
എന്നിട്ട് ഈ മൃതദേഹങ്ങൾ അദ്ദേഹം വിദഗ്ധമായി ഒളിപ്പിക്കുന്നു. അപ്പോഴും ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ 5 പേർക്കുള്ള ഭക്ഷണമൊക്കെ തന്നെ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഈ മൃതദേഹം കൃത്യമായി അത് മാറ്റാനൊക്കെയുള്ള ശ്രമം നടക്കുന്നു. ഫലിക്കാതെ വന്നപ്പോൾ അത് കത്തിക്കുന്നു. ഈ രക്ഷപ്പെടാൻ ശ്രമിച്ച സാഹചര്യത്തിൽ പോലും അദ്ദേഹം പണവും വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡും എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. കൊന്നു കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്നും ഉള്ള വിചിത്രമായ എക്സ്പ്ലനേഷൻസോ മറ്റോ അതിലില്ല. അങ്ങനെ കൊലപാതകത്തിന് കാരണം കേതലിന്റെ മാനസിക രോഗമല്ലെന്ന് കണ്ടെത്തുന്നു. പിറകിലുള്ളത് ക്രൂരമായ പക. ആ പകയ്ക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ നാൾവഴികൾ. അപ്പോൾ നമുക്ക് എയർ ഇന്ത്യ ഒരു ട്രാവൽ അഡ്വൈസറി യാത്രക്കാർക്കായിട്ടൊരു മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ചില എയർപോർട്ടുകളിൽ നിന്ന് ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് ഈ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാത്രക്കാരെ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് പരിശോധിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊക്കെ എയർപോർട്ടുകളാണെന്ന് ഞാൻ പറഞ്ഞു. ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് ഈ എയർപോർട്ടിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾ ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പാതിവില തട്ടിപ്പ് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഒരുമിച്ച് പരിഗണിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട മുഖ്യപ്രതി KN ആനന്ദകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്തുടനീളം 750-ലധികം കേസുകൾ ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. എല്ലാ കേസുകളും സമാന സ്വഭാവത്തിലുള്ളതാണ്. ക്രിമിനൽ നിയമത്തിലെ സമാന വകുപ്പുകളാണ് എല്ലാ കേസിലും ചുമത്തിയതെന്നുമാണ് KN ആനന്ദകുമാറിന്റെ ഹർജിയുടെ ഉള്ളടക്കം. ഹൃദ്രോഗത്തിന് ചികിത്സയിലിരിക്കുന്ന രോഗിയാണ് താൻ. സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നിരന്തരം യാത്ര ചെയ്ത് ഹാജരാകുകയെന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും. ഈ സാഹചര്യത്തിൽ നേരിട്ട് കോടതിയിൽ ഹാജരാക്കരുതെന്നും വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാൻ അനുമതി നൽകണമെന്നുമാണ് KN ആനന്ദകുമാറിന്റെ ആവശ്യം. അപ്പോൾ വൈകി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സിലൊക്കെ കമന്റുകളും ഗുഡ് മോർണിംഗും ഒക്കെ പറയുന്നുണ്ട്.